ബഡ്ജറ്റ് 2026. സോ ഏതൊക്കെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം? സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുക, ബിക്കോസ് ഇറ്റ്സ് പ്യുവർലി ഗാംബ്ലിങ്. ഇനി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക. അതായത് ബഡ്ജറ്റ് അനൗൺസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് മാർക്കറ്റ് ഒബ്സർവ് ചെയ്യുക. ബഡ്ജറ്റിൽ എന്തൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഏതൊക്കെ സെക്ടേഴ്സിലേക്കാണ് കൂടുതൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറേ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഡയറക്റ്റ്ലി സ്റ്റോക്സിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യാതെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സെക്ടേഴ്സിൽ ഹോളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മേ ബി ETF വഴിയോ മ്യൂച്വൽ ഫണ്ട് വഴിയോ ആ സെക്ടറിലേക്ക് മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം സ്പെസിഫിക്കലി ഏതെങ്കിലും കമ്പനീസിന് ഇതിൻ്റെ കോട്ടും കാര്യങ്ങൾ, അതായത് റോഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി L&Tക്കാണ് വർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ മേ ബി L&Tയുടെ സ്റ്റോക്ക് മേ ബി മേലോക്ക് പോവുകയായിരിക്കാം. സോ ആ ഒരു രീതിക്ക് നിങ്ങൾ വൈസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. സോ ആദ്യം വെയിറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്തിട്ട് ആദ്യം സെക്ടറിലേക്കും പിന്നീട് ഇൻഡിവിജ്വൽ സ്റ്റോക്സിലേക്കും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം.